ജഗദീഷൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ജഗദീഷൻ്റെ ഒരു ഫോക്കസും പരിപാടിയൊക്കെ നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീനിനകത്ത് ആൾ നല്ല പ്ലാൻ പരിപാടികൾ പിടിച്ചും അതെങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ടുണ്ടാകും. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എൻ്റെ കോമ്പിനേഷനുകളിൽ. പിന്നെ ജോണി ചേട്ടനായിട്ട് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജോണി ചേട്ടൻ ഈ പറഞ്ഞ പോലെ ചടയപ്പടയ ഹ്യൂമർ ഭയങ്കര സാധ്യതയാണ് ജോണി ചേട്ടൻ സംവിധായകനും കൂടെ ആണ്. പക്ഷെ ഇപ്പൊ പുള്ളിയോട് ആരെങ്കിലും സംവിധാനം ചെയ്തോ നമ്മളത് ചോദിച്ചാൽ അപ്പ പറയും ഓടിക്കോ വേറെ പണിയില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. അഭിനയാണ് ഏറ്റവും പുള്ളി എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയും. ഇപ്പം ശരിക്കും രണ്ടുപേരോട് ചോദിക്കട്ടെ, അല്ല 3 പേരോട് ചോദിക്കാം. സിനിമയിൽ ഏറ്റവും എളുപ്പമുള്ള പണി അഭിനയമാണെന്നാണ് പറയുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും അല്ല. എല്ലാ ജോലിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ഇന്റർവ്യൂ ചെയ്തിട്ട് ഒരാൾ അല്ല എന്ന് പറയുന്നത്. നോർമലി എല്ലാവരും പറയാം അതെ എന്ന് പറയാറുണ്ട്. അല്ല, എനിക്ക് എളുപ്പമുള്ള പണിയായിട്ട് കണ്ടിട്ട് തോന്നുന്നു. ഇന്ന് 9ാമത്തെ ഇന്റർവ്യൂ ആണ്. അങ്ങനെയല്ല, എനിക്ക് അഭിനയിക്കുന്നതിലും പാട് ഇതാണ്, എനിക്ക് പ്രൊമോഷൻസ് ആണ് ഏറ്റവും പാട്. പക്ഷെ അഭിനയം നല്ല പാടുള്ള പ്രോസസ്സ് തന്നെയാണ്. നമ്മള് മെന്റലി നമ്മൾ അതിനെ കുറിച്ചൊരു ഇതായിട്ട് നിൽക്കും എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും അവരവരുടെ വർക്ക് ചെയ്യുന്നിടത്താണ്. ആ സിനിമ ഒരു ടീം വർക്കാണല്ലോ. അപ്പൊ അത് തീർച്ചയായും അതിൽ ആക്ടേഴ്സ് ഉണ്ടെന്ന് ചേർക്കാൻ പറ്റും നമുക്ക്. അവർക്ക് കുറച്ച് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് അവരെ ഇത് ചെയ്യാൻ വേണ്ടിയല്ല, ആക്ടേഴ്സിന് അവര് അങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ ഓഡിയൻസിന് മുമ്പിൽ. അവർ ഹാപ്പി ആയിട്ട് പ്രസന്റ് ചെയ്യാൻ, ടയർഡ് ആവാതിരിക്കാനൊക്കെ ആയിട്ട് അവർക്ക് കുറച്ച് സൗകര്യങ്ങളുണ്ട്. കംഫർട്ട് ചെയ്യാൻ, അത് ആർട്ടിസ്റ്റിനെ കംഫർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു സിനിമയുടെ ഒരു ബേസിക് ആവശ്യമാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യും. അതൊരു സുഖമല്ല, അതൊരു അല്ല അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. വലിയ ആൾക്കാരായതുകൊണ്ടല്ല, അതൊരു അവരുടെ മാക്സിമം അവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, നല്ല രസമുള്ള ആൻസർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ ഈ കംഫർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പൊ ജ്യോതിർമയോട് സംസാരിക്കുമ്പോൾ ജ്യോതി പറയുന്നുണ്ടായിരുന്നു, അമൽ എന്ന സംവിധായകന്റെ ഏറ്റവും വലിയൊരു കാര്യം പുള്ളി ആർട്ടിസ്റ്റിനെ ഭയങ്കരമായിട്ട് ഈ കംഫർട്ട് ചെയ്ത് നിർത്തുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നിർത്തുള്ളൂ നമ്മൾ ഏത് സാഹചര്യമാണെങ്കിലും. ഇപ്പോൾ ബൊഗൈനിലാണെങ്കിലും അമലേട്ടൻ അതിലൊക്കെ ഭയങ്കര ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീനിൽ ഈ പറഞ്ഞ പോലെ ഒരു ജീപ്പിൻ്റെ ടയർ ഞാനിങ്ങനെ കിടക്കുന്നതിൻ്റെ തൊട്ടരികിൽ കൂടെ അങ്ങ് പോയി. അത് ശരിക്കും അത് എല്ലാവർക്കും ആ ജീപ്പ് മറിഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് ക്യാമറ ആംഗിളിൽ നോക്കുമ്പോൾ ആ ജീപ്പ് ഇതിലേ പോയേ, അവിടെ ഞാൻ കിടപ്പുണ്ടായിരുന്നല്ലോ എന്നുള്ള രീതിയിലാണ് ക്രൂ കാണുള്ളൂ. അപ്പോൾ കാണാൻ പറ്റില്ല, എൻ്റെ തൊട്ടടുത്ത് കൂടെ പോയത് ഇങ്ങനെ. അപ്പോൾ അത് അവർ പെട്ടെന്ന് ടെൻഷനായി ഓടി വന്ന് എല്ലാവരും അവനായിട്ട് വന്ന് ഓക്കെ ഇല്ലടോ എന്നൊക്കെ ചോദിച്ചു. അത് എന്താ പറയുക, എല്ലാവരുടെയും കാര്യങ്ങൾ അങ്ങനെ അന്വേഷിക്കുക എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു ഇതാണ്. ഇപ്പോൾ പിന്നെ പുള്ളിയൊരു മെത്തേഡ് തരുന്നു നമുക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ സിനിമയിൽ ഒരു ആക്ടർക്ക് പുള്ളി ഒരു വൈബ് കൊടുക്കും. ആ വൈബ് പുള്ളി കൊടുക്കുന്നത് പുള്ളിയുടെ ക്യാരക്ടറിന് വേണ്ടിയുള്ള വൈബ് കൊടുക്കുന്നത്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വരത്തൻ്റെ സെറ്റിൽ തന്നെ ജോസി ചേട്ടായി എന്ന് അമലേട്ടൻ വിളിക്കുകയുള്ളൂ. എന്നെ ജോസി ചേട്ടായി എന്നാണ് അമലേട്ടൻ വിളിക്കുന്നത്. അത് ചേട്ടായി ഞാൻ വരെ നിന്നെ ചേട്ടായി എന്ന് വിളിച്ചത്, നീ നെഗളിച്ചോ എന്നുള്ളതാണ് അതിൻ്റെ ആ പവറാണ് തരുന്നത്. മനസ്സിലായോ? ആ ഫീല് കൊടുക്കും. നല്ല നെഗളിച്ച് നടക്കാവുന്ന ആ ഒരു സാധനമാണ് അതിന് തരുന്നത്. ആ വൈബ് തരും. അമലേട്ടൻ അത് പ്ലാൻഡ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ജോസി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ തന്നെ, ഞാൻ എൻ്റെ സെക്കൻഡ് ബേബിന്റെ ഡെലിവറിക്ക് 1 or 2 ദിവസം മുന്നേ പോയി കണ്ട സിനിമയാണ് സത്യം. കാരണം അമലേട്ടൻ്റെ സിനിമ അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു കാര്യം. എനിക്ക് 1ാമത്തെ 2ാമത്തെ ദിവസമാണ് സിനിമ ഇറങ്ങിയിട്ട് വേണ്ടത്. ഞാൻ പേടിച്ച് എന്റെ ഈ മനുഷ്യനെ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ തല്ലാതിരിക്കും മനുഷ്യൻ. നീ എന്നെ പോക്കറിത്തരടാ കാണിച്ചു സിനിമയാണെങ്കിലും തന്നെ. എന്നിട്ട് പിന്നെ എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിലെ മാറും അല്ലേ?